വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2025-26 അധ്യയന വർഷത്തേക്കുള്ള വിവിധ കോഴ്സുകളായിട്ടുള്ള ഡിഗ്രി, PG, BEd, MEd ഉൾപ്പെടെയുള്ള മുഴുവൻ കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോയുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താം. അപ്പോൾ നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിവിധ പരീക്ഷകളിലേക്കുള്ള അഡ്മിഷന് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. പലപ്പോഴും പല വിദ്യാർത്ഥികളും അഡ്മിഷൻ സമയം ആയിട്ടില്ല, അല്ലെങ്കിൽ +2 റിസൾട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഡിഗ്രി അപേക്ഷ വിളിക്കുക, അല്ലെങ്കിൽ ഡിഗ്രി റിസൾട്ട് വന്നതിന് ശേഷമാണ് PG അപേക്ഷ വിളിക്കുക. ഇങ്ങനെയുള്ള ധാരണയിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോഴും പല കോഴ്സുകൾക്കും അപേക്ഷ കൊടുക്കാത്തതുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് മാത്രം നോക്കാം. നേരത്തെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ള കോഴ്സുകളും കൂടാതെ ഇനി ഒരുപാട് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന BEd ഉൾപ്പെടെയുള്ള കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സ് കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഒന്നാമതായിട്ട് നിലവിൽ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്ന, ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകൾ നമുക്ക് നോക്കാം. അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ഇവിടെ നേരത്തെ തന്നെ ചെയ്തിരുന്നു. അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള വിവിധ ഡിഗ്രി അതേപോലെ PG കോഴ്സുകളോട്ടും കൂടാതെ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ തന്നെയുള്ള ചില പ്രധാനപ്പെട്ട അഫിലിയേറ്റഡ് കോളേജസിലേക്കുമുള്ള ഡിഗ്രി അതേപോലെ തന്നെ PG കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കോമൺ ആയിട്ടുള്ള, അതായത് എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ട് അഡ്മിഷൻ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കോഴ്സുകളിലോട്ടുള്ള CUCET അപേക്ഷ നേരത്തെ തന്നെ അപേക്ഷ വിളിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇനിയും അപേക്ഷ കൊടുക്കാതെ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ, അതായത് പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ കൂടി ശ്രദ്ധിക്കുക. +2 അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്ന രീതിയിൽ വിവിധ ഡിഗ്രി കോഴ്സുകളും PG കോഴ്സുകൾക്കുമുള്ള അപേക്ഷാ സമയം ഡേറ്റ് CUCET കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിലവിൽ 25 ഈ മാസം 25-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക്, ഇന്ന് 15-ാം തീയതിയായിരുന്നു ലാസ്റ്റ് ഡേറ്റ്, പക്ഷേ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി വീണ്ടും ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കാൻ 25/4/2025 വരെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, +2കാരാണെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് PG, അതായത് ഡിഗ്രിയുടെ കൂടെ PG കൂടി പഠിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ ഡയറക്റ്റ് 5 വർഷം പഠിക്കുവാൻ സാധിക്കുന്ന കോഴ്സുകൾക്കാണ് ഇൻ്റഗ്രേറ്റഡ് PG എന്ന് പറയുന്നത്. പലപ്പോഴും പല വിദ്യാർത്ഥികൾക്കും സംശയമാണ് എന്താണ് IP എന്നുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇൻ്റഗ്രേറ്റഡ് PG എന്ന് വെച്ചാൽ +2കാർക്കാണ് പഠിക്കാൻ സാധിക്കുക. അതായത് സ്വാഭാവികമായിട്ടും +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾ നോർമലായിട്ട് ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ പിന്നീട് സെപ്പറേറ്റ് PG എടുക്കേണ്ട ഒരു സാഹചര്യമാണ്. എന്നാൽ വിദ്യാർത്ഥികൾക്ക് ഡയറക്റ്റ് ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ PG അന്വേഷിച്ച് പോവാതെ ഡയറക്റ്റ് തന്നെ, ഉദാഹരണത്തിന് ഇൻ്റഗ്രേറ്റഡ് MSc, ഇൻ്റഗ്രേറ്റഡ് MA കോഴ്സുകൾ, അപ്പോൾ സ്വാഭാവികം ഡിഗ്രിയും PGയും കൂടി ലഭിക്കുന്ന കോഴ്സുകൾക്ക് IP, അതായത് ഇൻ്റഗ്രേറ്റഡ് PG. അപ്പോൾ +2കാരെ സംബന്ധിച്ചിടത്തോളം വിവിധ കോഴ്സുകൾ, ഒരുപാട് സയൻസ് കോഴ്സുകളിലും അതേപോലെ ഇൻ്റഗ്രേറ്റഡ് MA എക്കണോമിക്സ് ഉൾപ്പെടെയുള്ള വിവിധ ആർട്സ് സബ്ജക്റ്റുകളിലും ഓൾറെഡി അപേക്ഷ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ CUCET എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഏറ്റവും ടോപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലായിരിക്കും അഡ്മിഷൻ ലഭിക്കുക. പൂർണ്ണമായിട്ട് നിങ്ങൾ ഈ CUCET എന്ന് പറഞ്ഞാൽ എൻട്രൻസ് എക്സാമാണ്. എൻട്രൻസ് എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, അതിൽ ലഭിക്കുന്ന മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അഡ്മിഷൻ ലഭിക്കുക എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. അഥവാ +2-ലോ അല്ലെങ്കിൽ ഡിഗ്രിയിലോ മാർക്ക് കുറഞ്ഞു പോയവരാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം നോർമലായിട്ട് വിളിക്കുന്ന സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ്, അതായത് ജസ്റ്റ് അലോട്ട്മെൻറ്റ് അടിസ്ഥാനത്തിൽ വിളിക്കുന്ന അഡ്മിഷനിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് നിങ്ങളുടെ +2 അല്ലെങ്കിൽ ഡിഗ്രിയുടെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് കൂടി ഏറ്റവും ടോപ്പ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ പഠിക്കുവാൻ സാധിക്കുന്ന വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് CUCET എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് അപേക്ഷ കൊടുത്തു കഴിഞ്ഞവർ വളരെ ഈ ഒരു പരിമിതമായ സമയത്ത് കൃത്യമായിട്ടുള്ളൊരു പരിശ്രമം കൂടി ഉണ്ടെങ്കിൽ ചെറിയൊരു, അതായത് സ്വാഭാവികമായിട്ടും പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ CUCET വളരെ എളുപ്പത്തിൽ തന്നെ ക്ലിയർ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ CUCET ലാസ്റ്റ് 25/4/2025 വരെ ഇൻ്റഗ്രേറ്റഡ് PG, അതായത് +2കാർ കൂടാതെ വിവിധ സബ്ജക്റ്റുകളിൽ, ഒരുപാട് സബ്ജക്റ്റുകൾ, ഓൾമോസ്റ്റ് എല്ലാ സയൻസ് സബ്ജക്റ്റുകളും അതേപോലെ ആർട്സ് സബ്ജക്റ്റുകളിലും PG കോഴ്സുകൾ കൂടി CUCET കീഴിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് CUCETയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള, അതായത് admission.usc.ac.in എന്നുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്ന് ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് CUCET കാണാം. ആ CUCET ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസ്പെക്ട്സ്, നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ അതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ചെയ്തുകൊണ്ട് അതിലോട്ട് പറയുന്നില്ല. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്ത് വളരെ എളുപ്പത്തിൽ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കും. ഇനിയും അപേക്ഷ കൊടുക്കാത്തവർ ശ്രദ്ധിക്കുക. +2കാർ IP, അതായത് ഇൻ്റഗ്രേറ്റഡ് PG കോഴ്സുകളും, ഡിഗ്രിക്കാർ നോർമലായിട്ടുള്ള PG കോഴ്സുകളും നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുവാനും എൻട്രൻസ് പരീക്ഷ എഴുതി ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക്
ഏറ്റവും ടോപ്പ് ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിക്കുവാനും സാധിക്കുന്നതാണെന്ന കാര്യം ഓർമ്മപ്പെടുത്താം. ഇനി അതേപോലെ നിലവിൽ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്ന മറ്റൊരു കോഴ്സാണ് MBA കോഴ്സ്. ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഡിഗ്രി പരീക്ഷ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് MBA കോഴ്സ് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ നേരത്തെ തന്നെ ചെയ്തിരുന്നു. MBA കോഴ്സിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ 21 വരെയാണ്. MBA കോഴ്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും CMAT അല്ലെങ്കിൽ CAT അല്ലെങ്കിൽ CAMAT എക്സാം ജസ്റ്റ് ക്ലിയർ ആയിരിക്കണം. അത്തരത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും MBA ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക ഏപ്രിൽ 21 വരെയാണ്. അപേക്ഷ കൊടുക്കാത്തവർ ആ കാര്യം കൂടി ഉറപ്പെടുത്തണം. ഇനി ഒരുപാട് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന മറ്റു പ്രധാനപ്പെട്ട കോഴ്സുകൾ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഇത്തരത്തിൽ എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ടുള്ള അപേക്ഷ ഇത്രയും കാര്യങ്ങളാണ്. ഈ പറയുന്ന CCT ആണ്. ഇനി നോർമലായിട്ടുള്ള സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ്, അതായത് സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികൾക്കിടയിൽ നിങ്ങളുടെ +2 അല്ലെങ്കിൽ ഡിഗ്രി മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അഡ്മിഷനായിട്ടുള്ള റെഗുലർ കോഴ്സുകൾ. കാരണം റെഗുലർ കോഴ്സും അതുപോലെ ഡിസ്റ്റൻസ് ഒരുപാട് വിദ്യാർത്ഥികൾ സംശയമാണ്. ഡിസ്റ്റൻസ് ആയിട്ടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംശയമാണ്. അപ്പോൾ എന്തായാലും ഡിസ്റ്റൻസ് കോഴ്സുകൾ കൂടി നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഒന്നാമതായിട്ട് റെഗുലർ കോഴ്സ് എടുക്കുകയാണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലുള്ള പ്രധാനപ്പെട്ട സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് അടിസ്ഥാനമാക്കിയിട്ട് ഡിഗ്രി, അതേപോലെ തന്നെ PG, അതേപോലെ തന്നെ B.Ed കൂടാതെ M.Ed ഈ പറയുന്ന പ്രധാനപ്പെട്ട കോഴ്സുകളിൽ നോർമലായിട്ട് സ്വാഭാവികമായിട്ടും ഡിഗ്രി ആണെങ്കിൽ പൂർണ്ണമായിട്ടും +2 പരീക്ഷയുടെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട്, ഇനി PG ആണെങ്കിൽ പൂർണ്ണമായിട്ടും ഡിഗ്രി മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട്, ഇനി B.Ed ആണെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ PGയുടെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം അഡ്മിഷൻ ലഭിക്കുന്ന സിസ്റ്റമാണ് സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അത്തരത്തിൽ സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് അഡ്മിഷൻ മെയ് മാസം ലാസ്റ്റോടുകൂടെ വിദ്യാർത്ഥികൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള മുഴുവൻ യൂണിവേഴ്സിറ്റികളിലെ അഡ്മിഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് പൂർണ്ണമായിട്ട് നിങ്ങളുടെ പ്രീവിയസ്, അതായത് കോഴ്സ് ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രിയുടെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക. അത് ഓരോ അലോട്ട്മെൻറ്റ് ഘട്ടമായിട്ടാണ് വിളിക്കുക. അപ്പോൾ ഓരോ കോഴ്സ് ഡിഗ്രി ആണെങ്കിലും PG ആണെങ്കിലും B.Ed ആണെങ്കിലും M.Ed ആണെങ്കിലും അത്തരത്തിൽ ഓരോ കോഴ്സിൻ്റെയും അലോട്ട്മെൻറ്റ് അപേക്ഷ ഉൾപ്പെടെ ഓരോ ഘട്ടത്തിലെയും അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും കഴിഞ്ഞ വർഷങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തതുപോലെ വിദ്യാർത്ഥികൾക്ക് വളരെ കൃത്യമായിട്ട് പരമാവധി ഈ വർഷം നിങ്ങൾക്ക് വേണ്ടി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ നിങ്ങൾ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി ഉറപ്പെടുത്തുകയാണ്. കാരണം പല അലോട്ട്മെൻറ്റുകളുടെയും കൃത്യമായ അപ്ഡേറ്റ്സ് ചില കുറേ പരിമിതമായ സമയത്ത് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യസമയത്ത് അറിയാൻ വേണ്ടി ആ രീതിയിൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി ഉറപ്പെടുത്തുകയാണ്. അപ്പോൾ എന്തായാലും B.Ed അതേപോലെ M.Ed ഉൾപ്പെടെയുള്ള എല്ലാ കോഴ്സുകളും, അതായത് സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് തൊട്ടടുത്ത മാസം നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ഒരുപാട് വിദ്യാർത്ഥികൾ റെഗുലറായിട്ട് പഠിക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾ ഡിസ്റ്റൻസ് ആയിട്ടുള്ള കോഴ്സുകൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ സംശയമാണ്. അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ SDE, അതായത് ഡിസ്റ്റൻസ് ആയിട്ട് റെഗുലർ അല്ലാതെ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാൻ സാധിക്കുന്ന യൂണിവേഴ്സിറ്റി ഇതുവരെ പ്രൊവൈഡ് ചെയ്തിരുന്ന വളരെ പ്രധാനപ്പെട്ട കോഴ്സുകൾ ഡിഗ്രി ആണെങ്കിൽ നമുക്ക് BA അഫ്ദൽ ഉലമ, അതേപോലെ BA പൊളിറ്റിക്കൽ സയൻസ്, BBA BCom ഈ 4 കോഴ്സുകളും, അതേപോലെ തന്നെ PG ആണെങ്കിൽ MA അറബിക്ക്, ഹിന്ദി, ഫിലോസഫി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സംസ്കൃതം, അതേപോലെ M.Com, ഓക്കെ. അപ്പോൾ അതേപോലെ MSc മാത്തമാറ്റിക്സ് ഇത്രയും സബ്ജക്റ്റുകളായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഘട്ടങ്ങളിൽ SDE അണ്ടറിൽ കൊടുത്ത അതായത് ഡിസ്റ്റൻസ് കോഴ്സുകൾ. പക്ഷേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് നമ്മുടെ കേരളത്തിന് മാത്രമായിട്ട് സ്വന്തമായിട്ട് വന്ന ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി, അതായത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കേരളത്തിൻ്റെ മാത്രമായിട്ട് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഡിസ്റ്റൻസ് കോഴ്സുകൾ കഴിഞ്ഞ വർഷം യൂണിവേഴ്സിറ്റിക്ക് അഡ്മിഷൻ വിളിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. കാരണം ഓൾമോസ്റ്റ് എല്ലാ കോഴ്സുകളും സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ വന്നതുകൊണ്ട് തന്നെ ആ ഒരു പരിമിതി കാരണം വിളിക്കാൻ സാധിച്ചില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരായ്മയായിരുന്നു MSc മാത്തമാറ്റിക്സ് എന്നുള്ള സബ്ജക്റ്റ്. കാരണം MSc മാത്തമാറ്റിക്സ് വളരെ പ്രധാനമായിട്ടും ഡിസ്റ്റൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരേ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിരുന്നു. പക്ഷേ അത്തരത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഓൾമോസ്റ്റ് എല്ലാ കോഴ്സുകളും, അതുപോലെ കഴിഞ്ഞ വർഷങ്ങളിലും ഇല്ലാത്ത കോഴ്സുകൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കോഴ്സുകൾ സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി കീഴിൽ ഈ അക്കാഡമിക് ഇയറിൽ അപ്ഡേറ്റ് ചെയ്യുമെന്നാണ് ഇൻഫർമേഷൻ ലഭിച്ചിട്ടുള്ളത്. എന്തായാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇൻ കേസ് ഈ വർഷം SDE കോഴ്സുകൾക്ക് അഡ്മിഷൻ, അതായത് അംഗീകാരം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് SDE അഡ്മിഷൻ, അതായത് റെഗുലർ കോഴ്സിൻ്റെ അഡ്മിഷൻ കഴിഞ്ഞാൽ, അതായത് ഏകദേശം ജൂൺ ലാസ്റ്റ്, അതായത് ജൂലൈ ഓഗസ്റ്റ് ഈ മാസങ്ങളിലാണ് SDEയുടെ അഡ്മിഷൻ നടക്കുക. അപ്പോൾ കഴിഞ്ഞ വർഷം SDEയുടെ അഡ്മിഷൻ നടന്നിട്ടില്ല. അപ്പോൾ ഇൻ കേസ് ഈ വർഷം നടക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഇനി വിളിച്ചില്ല എങ്കിൽ വിദ്യാർത്ഥികൾക്ക് സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രശ്നവുമില്ല. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കുവാനും കോഴ്സ് പൂർത്തീകരിക്കുവാനും അംഗീകാരത്തോടുകൂടി നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വാങ്ങുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഡിസ്റ്റൻസ് കോഴ്സുകളും അതേപോലെ കേരളത്തിലെ പ്രധാനപ്പെട്ട മറ്റു യൂണിവേഴ്സിറ്റികളിലെ എല്ലാ കോഴ്സുകളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകൾക്കും ഒരിക്കൽ കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അടിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.